ജോസ് തോമസ്, ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ്, അതുപോലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, രണ്ടുപേരും രണ്ടുപേരുടെ ഉദ്ദേശം ഇവിടെ? ഞങ്ങൾ പുതിയ പടത്തിൻ്റെ ഡിസ്കഷൻ വേണമെങ്കിൽ പറയാം. അതല്ല, എൻ്റെ മകൻ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ ഡ്രാമയിലുണ്ട്. അതിൻ്റെ മത്സരം കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതിൻ്റെ ഒരു ആനന്ദത്തിലാണ്. മകനപ്പോൾ സിനിമയിലോട്ട് വരുമോ? അത് ദൈവാനുഗ്രഹം അനുസരിച്ചിരിക്കും, അതറിയില്ല. പക്ഷെ നാടകത്തിൽ അവൻ നന്നായി പെർഫോം ചെയ്തു എന്നാണ് വിനുവും ബാക്കി എല്ലാവരും പറയുന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അന്നൊക്കെ യുവജനോത്സവം ആയത്. ഞാൻ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ സങ്കടം മനസ്സിലാക്കുന്നത്. അന്ന് പൊതുവേ അതിനുള്ള പ്രോത്സാഹനം കിട്ടിയിരുന്നെന്ന് വേണം പറയാം. പക്ഷെ ഇന്ന് എൻ്റെ മകന് ഞാനത് കൊടുക്കുമ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് ആനന്ദിക്കുന്നു, സങ്കടപ്പെടുകയും ചെയ്യുന്നു, എനിക്ക് പറ്റാത്തതും. ഓക്കെ, വിനു കിരിയത്ത്, എങ്ങനെയാണ് സ്കൂൾ യുവജനോത്സവമായിട്ടുള്ള ബന്ധം എന്താണ്? താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ യുവജനോത്സവത്തിൽ പങ്കെടുത്തൊരു വ്യക്തി ഞാനാണ്. പെർഫോമറായിട്ടാണ്, അല്ല മത്സരാർത്ഥിയായിട്ടല്ല, പെർഫോമർ. ഞാൻ ഡ്രമ്മറാണ്. അപ്പോൾ നമ്മുടെ പ്രശസ്ത പഴയ ചലച്ചിത്ര താരം കാർത്തിക, ഞങ്ങൾ സുനന്ദ എന്നാണ് വിളിക്കുന്നത്, ശ്രീലക്ഷ്മി, അമ്പിളി ദേവി, കുക്കു പരമേശ്വരൻ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഫോക്ക് ഡാൻസിന് ഡ്രംസ് വായിച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡാൻസിനും ഫോക്ക് ഡാൻസിനും ഡ്രംസ് വായിച്ച് യുവജനോത്സവ വേദികളിൽ സാന്നിധ്യമായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇന്നിവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ സന്തോഷത്തിനേക്കാൾ ഞാൻ ശ്രദ്ധിക്കുന്ന അവരുടെ പാരൻസിൻ്റെ സന്തോഷമാണ്. മക്കൾ ചെയ്യുമ്പോൾ അത് കാക്കയ്ക്കും തൻകുഞ്ഞ് പുൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ അവർ ചെയ്യുമ്പോൾ അവർക്ക്, ഇപ്പോൾ ജോസിൻ്റെ തന്നെ മകൻ എന്നോടാണ് അഭിപ്രായം ചോദിച്ചാൽ, അവൻ ചോദിച്ചില്ലേ സിനിമയിലാവുമെന്ന്? ആവും, ഷുവർ, അല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. കാരണം ടാലൻ്റ് ഉണ്ട്. കലയ്ക്ക് കഴിവുള്ളവർക്ക് മാത്രമേ കയറി വരാൻ പറ്റുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ജോസ് തോമസ് എൻ്റെ കൂടെ ഇരുന്ന് മോഹിനിയാട്ടം കണ്ടു എന്ന് പറഞ്ഞാൽ 5 എണ്ണം. അപ്പം പറഞ്ഞാൽ എന്ത് രസമല്ലേ പിള്ളേർ കളിക്കുക. അതൊക്കെയാണ്, കാരണം അത് ആസ്വദിക്കുക എന്ന് പറയുന്നതാണ് കലാകാരൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവെന്ന് പറയുന്നത്. അതിലുപരി ജനം TV, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ കുടുംബമാണ്, എനിക്കിത് അന്യ ചാനലല്ല. അപ്പം ഇവിടെ ഇതുപോലെ കുട്ടികൾക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരും വിജയികളാണെന്നുള്ളതാണ്. മത്സരിക്കുന്നത് തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ജയിക്കാനും വേണ്ടിയല്ല, സൗഹൃദ മത്സരം. അതാണ് ഇത്തവണ ഇവിടെ കാണേണ്ടത്. അതോടൊപ്പം പുതുതലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം, ലഹരിക്കും ഇതിനുള്ള അടിമത്തം അവർ ഉപേക്ഷിക്കണമെന്നൊരു ഹംബിൾ റിക്വസ്റ്റും കൂടെ പുതുതലമുറയോട് ഞാൻ പകരുന്നു. ഹൈക്കോടതി പറഞ്ഞതുപോലെ പങ്കാളിത്തമാണ് പ്രധാനം, പാർട്ടിസിപ്പേഷനാണ് പ്രധാനം, ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കട്ടെ. അതെ അതെ. അപ്പോ ഈ നിൽക്കുന്നത് മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന ഒരു പേര് പറഞ്ഞാൽ മതി. യെസ്, ഇവരുടെ ആ ഒരു ടീം വർക്ക്, അതിന്റെ എത്ര കണ്ടാലും ഇപ്പോഴും അത് എത്ര പേരാണ് അതിലെ ഓരോ വരികൾ ആവർത്തിച്ച് പറയുന്നത്, ട്രോളുകളായി പോലും വരുമ്പോൾ. എന്തായാലും ഇതുപോലുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് സ്കൂൾ കലോത്സവ വേദി. അത് മാട്ടുപ്പെട്ടി മച്ചാൻ ഞാൻ നിർമ്മിക്കുമ്പോൾ അത് തിരുവനന്തപുരം സ്ലാങ് ആണ്. പക്ഷെ നിങ്ങൾ കാണുന്ന ഈ ജോസ് തോമസിനകത്തൊരു ഭയങ്കര നർമ്മമുള്ള മനസ്സുണ്ട്. 100 ദിവസം അമ്പിളിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബൈജു, മുകേഷ് ഉൾപ്പെടെ മാട്ടുപ്പെട്ടി മച്ചാൻ എനിക്ക് കോടികൾ ലാഭം ഉണ്ടാക്കി തന്ന ഒരു സംവിധായകനാണ്. അത്തരം സിനിമകൾ ഇപ്പൊ ഇല്ല. കാരണം എന്താ? അല്ല, ഇപ്പൊ മാറിയിരിക്കുകയാണല്ലോ, നമുക്ക് കൊണ്ടുവരട്ടെ. ഞങ്ങളിപ്പോ പ്ലാനിങ്. തീർച്ചയായിട്ടും അതിനൊരു തമാശയും കൂടെ ഇപ്പം പറയാം. ജഗദീഷ് ശ്രീകുമാർ ആ സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ അത് കോമഡിയാണെന്ന് പറഞ്ഞപ്പോൾ നിർമ്മാതാക്കളോട് പറഞ്ഞു, ആ സംവിധായകനെ വെക്കരുത്, അയാൾ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് മറ്റൊരു സംവിധായകനെ വെക്കാൻ പറഞ്ഞു. പക്ഷേ ബിനുവിനൊക്കെ എന്നെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, അമ്പിളിച്ചേട്ടൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം അതിൻ്റെ 100ാം ദിവസ ആഘോഷത്തിൽ തുറന്നു പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യം. പിന്നെ മാധ്യമപ്രവർത്തകർ ഞാൻ ഇഷ്ടപ്പെടുന്ന 4 പേരേ ഉള്ളൂ. അതിലൊരാളാണ് അനിൽ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ജനം TVയോട്. ഓക്കെ. അപ്പൊ പുതിയ സിനിമ എപ്പോഴാണ്? അതുകൂടെ പറഞ്ഞിട്ട് പോവാം. ഗംഭീര കോമഡി സിനിമയായിട്ട് വരാൻ പോവാം. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, മാട്ടുപ്പെട്ടി മച്ചാൻസ്. അതെ, എല്ലാം കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. ശരി.